നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SMCയുടെ ഫസ്റ്റ് കൺസെപ്റ്റായിട്ട്, അതായത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു വലിയ ഇമേജസിൽ അതിൻ്റെ ഒരു വലിയ ഡയമെൻഷൻ, അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇമേജസ് കൂടിയിരിക്കുമ്പോൾ അതിനെ നമ്മൾ അതായത് മൾട്ടിപ്പിൾ ടൈം, ഇവിടെ നോക്കുകയാണെങ്കിൽ ടൈം ഫ്രെയിമാണ് പറയാം. ഇൻ കേസ് അതായത് ഒരു സിമ്പിളി നമ്മൾ പറയില്ലേ, ഒരു ഇതൊന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു ഫ്രാക്റ്റൽ ഇമേജസ് ആണ്. അത് ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്, ഒരു വലിയ റെക്റ്റാങ്കിളാണ്, പിന്നെ രണ്ടാമത്തതിൻ്റെ ഉള്ളിൽ വേറെ. അപ്പോൾ അത് ഒരു സിംഗിൾ ഡയമെൻഷൻ, അതിൻ്റെ അകത്ത് തന്നെ എന്താണ് മൾട്ടിപ്പിൾ ഇമേജസ് വരെയാണ്. അപ്പോൾ ഇതിനെന്താണ്, ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഫ്രാക്റ്റൽ എന്ന് പറയുന്നത്. അത് ഒരു വലിയ ഇമേജസിനകത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ഇമേജസ് വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റ്, ഒരു മാത്ത് കൺസെപ്റ്റാണ് ഫ്രാക്റ്റൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ബേസിക്കലി നമ്മൾ ടൈം ഫ്രെയിമിൻ്റെ കൺസെപ്റ്റാണ് പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ഒരു ഫ്രാക്റ്റൽ ഇമേജസ് നമ്മൾ എന്താണ്, ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇതൊരു M പാറ്റേൺ ഫോർമേഷൻ ആണെന്ന് വെച്ചോ. നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് പ്രകാരം നമ്മൾ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഇതിനിപ്പോൾ നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ, ഇതിനിപ്പോൾ നെക്ക് ലൈനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ട്രേഡർ നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക് ലൈനിൽ നിന്ന് അല്ലേ, ഈ നെക്ക് ലൈൻ ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ഷോർട്ട് എസ്സിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ റെഡ് ബോക്സ് SL ആയിട്ട് വെച്ചിട്ട് ഒരു ബിഗ് റൈഡ് നമുക്ക് ഇവിടത്തെ വരെ, ഇതാണ് പ്രീവിയസ് സപ്പോർട്ട് കാണിച്ചോ, ഇതുവരെ നമുക്ക് എന്തുകൊണ്ട് റൈഡ് എടുക്കാൻ പറ്റിയില്ല? പകരം നമ്മൾ എന്തിനാണ് ഈ നെക്ക് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വരെയുള്ള റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? പകരം ഇവിടുത്തെ വരെയുള്ള റൈഡ് ബ്രേക്ക് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഇവിടുത്തെ വരെയുള്ള റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് എന്താണ് ബേസിക്കലി മാർക്കറ്റിൽ എപ്പോഴും ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു, അതായത് ഇത്രയും കാലമായിട്ടും നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ട് എൻട്രി എവിടെ നിന്ന് എടുക്കണം എന്നറിയില്ല, പിന്നെ എക്സിറ്റ് ആവണമെന്ന് അറിയില്ല. അതിന് കാരണം ഈ ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേ കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ജിക്സോ ഫിറ്റ് ഇമേജാണ്. ജിക്സോ ഫിറ്റ് ഒരു പസിലാണ്. ഓക്കെ, ഒരു പസിൽ നമ്മൾ ഓരോ ഇമേജും കൂട്ടി വെച്ചാൽ മാത്രമേ ആ ഒരു ബിഗ് കറക്റ്റ് ഇമേജസ് കാണാൻ പറ്റുള്ളൂ. അതർവൈസ് നമ്മളിപ്പോൾ കൈയുള്ള സ്ഥലത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ അത് ഇമേജസ് ഇംപെർഫെക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ആ ജിക്സോ ഫിറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് യൂസ് ചെയ്യുന്നത് ടൈം ഫ്രെയിമിനാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇത്രയും ടൈം ഫ്രെയിം? ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്ക് ടൈം ഫ്രെയിം, ഇതൊക്കെ ടൈം ഫ്രെയിമാണ്. 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 മിനിറ്റ്സ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 1 അവർ, 2 അവർ, ഇത്രയും ടൈം ഫ്രെയിമാണ് അല്ലേ. 3 മന്ത്, 6 മന്ത്. ഇപ്പോൾ എന്തിനാണ് ഇത്രയും ടൈം ഫ്രെയിംസ് തന്നിരിക്കുന്നത്? 1 ഡേ ക്യാൻഡിൽസാണിത്. ഓക്കെ, ഇത് 1 ഡേ ക്യാൻഡിൽസാണ്. എന്തിനായിരിക്കും തന്നിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ്സ് എല്ലാവരും നോക്കിയാൽ ആൾക്കാരുടെ വിശ്വാസം ഇപ്പം നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ എല്ലാവരും 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് നോക്കുന്നത്. ഓക്കെ, കെൽട്രോണിൻ്റെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ. ഓക്കെ, കെൽട്രോണിൻ്റെ 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് എല്ലാവരും നോക്കുന്നത് വെച്ചോ. 5 മിനിറ്റ്സ് ക്യാൻഡിൽ
ഇപ്പം ഞാനും നിങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളൊരു പാറ്റേൺ പ്രകാരം ട്രേഡ് എടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ പാറ്റേൺ പ്രകാരം ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കാം. ഓക്കെ പാറ്റേൺ പ്രകാരം ഞാൻ ട്രേഡ് എടുക്കുകയാണ്. ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഞാനൊരു എൻട്രി എടുത്തു. ഇവിടുത്തെ വരെ പോയി 135, 1 രൂപ പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തെല്ലാം വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺ അടിച്ചു. എൻ്റെ SL ആയിരുന്നു ഈ ക്യാൻഡലിൻ്റെ ഏകദേശം ഇവിടെയായിരുന്നു SL ഞാൻ വെച്ചിരുന്നത് വെച്ചു. അപ്പോൾ 134.7 എൻട്രി എടുത്തു. 134.3 XL വെച്ചു വെച്ചോ. ഈ മാർക്കറ്റ് എന്ത് ചെയ്തു, റെഡ് ബിയറിഷ്നെസ് ഒരു ക്യാൻഡിൽ കണ്ട് അത് SL ഹിറ്റ് ചെയ്തിട്ട് എഗെയിൻ മാർക്കറ്റ് ഇപ്പുറത്ത് വെച്ച് ആരുടെയോ SL അടിച്ച് പിന്നെയും താഴെ വന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, റാൻഡമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ബേസിക്കലി എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്, ഈ 5 മിനിറ്റ്സിൽ എല്ലാവരും ഇപ്പോൾ ഒരേ ക്യാൻഡിലാണ് കാണുന്നത്, ഒരേ പാറ്റേണാണ് കാണുന്നത്. അപ്പോൾ ക്യാൻഡിൽ എന്താണ് ആ ഒരു ലോസ് വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും ലോസ് വരിക. അതായത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ എന്താണ്, അപ്പോൾ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ ഈ ടൈം ഫ്രെയിമിൽ എന്താണ് പല ട്രേഡേഴ്സും പല ടൈം ഫ്രെയിമിലാണ് ട്രേഡ്സ് എടുക്കുക. അപ്പോൾ ഈ പാറ്റേൺസ് ഓരോ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ 5 മിനിറ്റ്സിൽ കാണുന്ന പാറ്റേൺസ് ആയിരിക്കില്ല 1 ഹവറിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നോക്ക്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുന്ന ഒരാൾ, 5 മിനിറ്റ്സ് കാണുന്ന ഒരാൾക്ക് ഇതൊരു അപ് ട്രെൻഡാണ്. നേരെ മറിച്ച് ഇതൊരു 15 മിനിറ്റ്സിൽ കാണുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ, അയാൾക്ക് ഇതൊരു അപ് ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇതാണ് ബോക്സ് എന്ന് വെച്ചോ. ഇതിനെ 15 മിനിറ്റ്സിലേക്ക് അല്ലെങ്കിൽ 30 മിനിറ്റ്സിലേക്ക് നോക്കുമ്പോൾ ഓക്കെ ഇതാണ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് 5 മിനിറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒരു സ്കാൽപ്പറോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് കാണുന്നത് ഒരു അപ് ട്രെൻഡാണ് അല്ലേ. നേരെ മറിച്ച് ഒരു 30 മിനിറ്റ്സ് ക്യാൻഡിൽ എടുക്കുന്ന ആൾക്കാർക്ക് 30 മിനിറ്റ് ക്യാൻഡിൽ എടുക്കുന്ന ഒരാൾക്ക് കാണുന്നത് എന്താണ്, ഇതൊരു ഷോർട്ട് റിട്രേസ്മെൻറ്റ് മാത്രമാണെന്ന് അയാൾക്ക് കാണുന്നത് അല്ലേ. അതായത് ഒരു ട്രെൻഡ് ഡൗൺ ട്രെൻഡിൽ നടക്കുന്ന മാർക്കറ്റിൽ ഒരു വെറും ഷോർട്ട് റിട്രേസ്മെൻറ്റാണ് ഈ ഡ്യൂറേഷൻ. ഈ ബോക്സ് കണ്ടോ, ഷോർട്ട് റിട്രേസ്മെൻറ്റ്, അതായത് ചെറിയൊരു തിരിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ആവുന്നത്. അപ്പോൾ ടൈം ഫ്രെയിമിൻ്റെ അനുസരിച്ച് സ്ട്രക്ചറും ക്യാൻഡിൽസിൻ്റെ പൊസിഷൻസും ക്യാൻഡിൽ സ്റ്റിക്സും ഒക്കെ മാറുന്നു, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് 5 മിനിറ്റ്സും ആൻഡ് 1 അവർ ക്യാൻഡിൽ എന്നാണ്. 5 മിനിറ്റ്സിൽ ഒരു 12 ക്യാൻഡിൽസ് ഫോം ആവും. 1 അവറിലാണെങ്കിലോ ഓൺലി 1 ക്യാൻഡിലേ ഫോം ആവുള്ളൂ അല്ലേ, മനസ്സിലായില്ലേ. ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന സമയം മനസ്സിലായല്ലോ. ഒരു 9:45 to 10:45 1 അവർ ക്യാൻഡിൽ. 1 അവറിൽ അതായത് നമ്മളിപ്പോൾ ഏകദേശം 12 ക്യാൻഡിൽസ് കണ്ടെടുത്ത് 30 മിനിറ്റ്സിൻ്റെ 3 ക്യാൻഡിൽസ് മാത്രം, അതായത് 2 ക്യാൻഡിൽസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. 2 ക്യാൻഡിൽ മാത്രമാണ് ഫോർമേഷൻ. അതായത് ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ട്രേഡ്സ് എടുക്കണം എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൺസെപ്റ്റാണ്, അതായത് ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രക്ചറൽ മാപ്പിങ്ങും ഇതും കൊണ്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രാക്റ്റലിൻ്റെ കൺസെപ്റ്റ് നമുക്ക് എവിടെ നിന്നാണ് ട്രേഡ്സ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ട്രേഡ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവും. എവിടെ നിന്നാണ് പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ മിനിമൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കാണുന്ന ഒരു പിക്ചർ ആയിരിക്കില്ല 15 മിനിറ്റ്സിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ്സ് ഇതുവരെ നോർമലി ബേസിക്കായിട്ട് നിങ്ങൾ പഠിപ്പിച്ചെന്നൊക്കെ നമുക്കിവിടുന്ന് റോങ് ആയിട്ട് തോന്നും. അത് എങ്ങനെയാണ്, അതായത് എന്തുകൊണ്ടാണ് ബേസിക്കലി ഇക്വിറ്റിയിൽ നമുക്ക് ഇത്ര വലിയ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നോർമലി വലിയ ഒരു മാനിപ്പുലേഷൻസ് നടക്കില്ല. പക്ഷേ അതർവൈസ് നമുക്ക് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അതിന് ഏകദേശം ഡിഫറൻസ് ആയിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം, അപ്പോഴേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ 1-2 നമുക്ക് ഈ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ.
അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡേ ടൈം ഫ്രെയിമിലുള്ള കെൽട്ടോണിൻ്റെ ഒരു ഇമേജാണ് എടുക്കുന്നത്. ഓക്കെ, കെൽട്ടോൺ ടെക്കിൻ്റെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് ഞാൻ പാത്ത് ഡ്രോ ചെയ്യാം. ഒരു അപ്പ്, ഡൗൺ, again up, again down, 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 again up. ഇങ്ങനെ വന്ന് മാർക്കറ്റിലൊരു റാൻഡം ഇങ്ങനെയല്ലേ വരുന്ന മാർക്കറ്റ് അല്ലേ? അപ്പോൾ ഒരു ഡേ ക്യാൻഡിൽ നോക്കുന്ന ഒരാൾ എന്താണ് ആൾക്ക് മനസ്സിലാവുന്നത്? ഇതൊരു ക്ലിയർ കട്ട് അപ്പ് ട്രെൻഡാണെന്ന് മനസ്സിലാവും അല്ലേ? ക്ലിയർ കട്ട് അപ്പ് ട്രെൻഡാണ്. അതെ. അപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നവംബർ മുതൽ ജൂലൈ വരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് നല്ലൊരു 80 മുതൽ 180 ഒരു 100 പോയിൻറ്റ്സ് റൈഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നവംബർ 2023 സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇവിടുത്തെ വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 16 ജൂലൈ ആകുമ്പോഴത്തേക്ക് ആൾക്കൊരു 100 പോയിൻറ്റ്സ് റൈഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് ഇത് ലോങ് ടേം ആൾക്കാണെങ്കിൽ ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോങ് ടേം ഡേ ക്യാൻഡിലാണെങ്കിൽ ഇതിൽ വലിയൊരു തല പോകാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഷോർട്ട്സ് ആൻഡ് സ്വിങ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എവിടെ നിന്ന് ട്രാപ്പ് ആവും? ഇപ്പോൾ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തെന്ന് വെച്ചോ ആൾ ഈ 6 ഫെബ്രുവരി. അപ്പോൾ ആൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയ ആൾ പിന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, ആൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ചു. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിൽ വന്ന് 14 ഫെബ്രുവരിയിൽ ഈ ക്യാൻഡിൽ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെറിയ ഡിഫറൻസ് മതി എന്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസിനെ അവർ ഹണ്ട് ചെയ്യാൻ നോക്കുന്നത്, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഇടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഒരു ബിലീഫ് നോർമൽ മെത്തേഡ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ റോങ് ആകും. കാരണം അത് വെച്ചാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫ്രാക്ടൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ നോക്കിയോ, ഇതൊരു ലോങ് ടൈമിൽ ഒരു സ്ട്രക്ചറൽ മാപ്പിംഗ് പ്രകാരം ഇതൊരു എന്താണ് ഹയർ ലോ, ഇത് ഫസ്റ്റ് ലോവർ ലോ ആയിട്ട് കൺസിഡർ ചെയ്തോ, ഇത് ഹയർ ഹൈ, ഇത് ഹയർ ലോ, ഇത് ഹയർ ഹൈ അഗെയിൻ, പിന്നെ ഒരു ഹയർ ലോ, പിന്നെ ഹയർ ഹൈ, പിന്നെ ഹയർ ലോ. അപ്പോൾ ആക്ച്വലി ഇതൊരു ക്ലിയർ കട്ട് അപ്പ് ട്രെൻഡിലാണ് പോകുന്നത് അല്ലേ? ക്ലിയർ കട്ട് അപ്പ് ട്രെൻഡിൽ പോകുന്നൊരു മാർക്കറ്റാണിത്. അപ്പോൾ മാർക്കറ്റ് ഒരു 1 ഡേയിൽ നോക്കുമ്പോൾ ആൾക്ക് വിസിബിളാണ്, ക്ലിയർ വിസിബിളാണ് ഇതൊരു അപ്പ് ട്രെൻഡിങ് മാർക്കറ്റാണ്. പക്ഷേ എവിടെ നിന്നാണ് ആൾക്കാർക്ക് പണി തെറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, നമുക്ക് ഇവിടുന്ന് മുതൽ നമ്മുടെ ഇതുവരെയുള്ള മാർക്കറ്റ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അതിനെ 1 അവർ ക്യാൻഡിലേക്ക് 30 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൽ നോക്കുന്ന ഒരാൾക്ക് വിസിബിൾ ആകുന്ന പോർഷൻസ്, അതായത് ലാസ്റ്റ് പോർഷൻ ആണെങ്കിൽ ആളുടെ 30 മിനിറ്റ്സിൽ ലാസ്റ്റ് കാണുന്ന ക്യാൻഡിൽസ് എന്താണ് ട്രാഫിക്സ് കൂടുകയാണ്. അതായത് വലിയൊരു പോർഷൻ, അതായത് നമുക്ക് 1 അവറിൽ ഇത്രയും വലിയ പോർഷൻ കാണാൻ കഴിഞ്ഞെങ്കിൽ 30 മിനിറ്റ്സിൽ നമ്മുടെ പോർഷൻ ഓഫ് കവറേജ് എന്തായി, വളരെ ട്രാഫിക് കൂടി. അതായത് റോട്ടിൽ കൂടുതൽ ക്യാൻഡിൽസ് വന്നു, അതായത് നമ്മുടെ വണ്ടികൾ ട്രാഫിക് ജാം പോലെ ക്യാൻഡിൽസ് കൂടി. അപ്പോൾ എന്താണ് ഇത്, ഈ 30 മിനിറ്റ്സ് ലാസ്റ്റ് എന്താണ് ക്ലിയർ കട്ട് വിസിബിൾ. അതായത് അത് 50 മിനിറ്റ് 1 ഡേയുടെ ഒരു ഷോർട്ട് റിട്രേസ്മെൻ്റ് ആണ് 30 മിനിറ്റ്സ്. എന്ത് ചെയ്യും, ഇതൊരു ഡൗൺ ട്രെൻഡായി, ക്ലിയർ ഡൗൺ ട്രെൻഡ്. എങ്ങനെയാണ് നോക്കൂ, ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് പിന്നെയും എന്താണ് ലോവർ ലോ, ലോവർ ഹൈ, 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 ലോവർ ലോ, ഇങ്ങനെ ഫോം ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഞാൻ അഗെയിൻ 1 ഡേ ക്യാൻഡിലേക്ക് പോവാം, 1 ഡേ ടൈം ഫ്രെയിമിൽ പോകാം. നമ്മൾ ലാസ്റ്റത്തെ പോർഷൻസ് മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ 30 മിനിറ്റ്സ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ
ട്രേഡ്സ് എടുക്കുന്നതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ആൾക്കാർ ട്രാപ്പ് ആവുന്നതെന്ന്. ഓക്കെ, എങ്ങനെയാണ് ആൾക്കാർ ട്രാപ്പ് ആവുന്നത് ഇത് നോക്കി മനസ്സിലാവുമല്ലോ. ഇപ്പം നോർമലി പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ട്രെൻഡ്, അപ്പ് ട്രെൻഡ് ഇങ്ങനെ വന്ന് ഇത് ഡേ ടൈമിലാണെങ്കിൽ ഇത് ഡേ ടൈം ഫ്രെയിം ആണെന്ന് വെച്ചോ. ഡേ ടൈം ഫ്രെയിം ഓക്കെ, 1 hour ടൈം ഫ്രെയിം ഞാൻ ഗ്രീനിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഗ്രീൻ. അപ്പോൾ ഇതെന്താവും, ഇങ്ങനെ സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ട് പോകും അല്ലേ. അത് 1 day 5 minutesലാണെങ്കിലോ ഇനിയും എന്താണ് ഡിസ്റ്റർബൻസ് കൂടി വരും. പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് 1 hour ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ 1 hour നമ്മൾ കൺഫർമേഷൻ എടുത്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റണമെന്നില്ല. അതായത് 1 hour മാത്രം നോക്കിയിട്ട് നമുക്ക് ട്രേഡ്സ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഷോർട്ട് ലോങ് സ്വിങ്സ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെയാണ് 1 hour വെയിറ്റ് ചെയ്യാം. പക്ഷേ സ്കാൽപ്പറിനൊന്നും 1 hour ക്യാൻഡിൽ നോക്കി മാത്രം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രെൻഡ് അനലൈസ് ചെയ്ത് സ്ട്രക്ചർ മാപ്പ് ചെയ്ത്, ഇതിപ്പോൾ ഈ സ്ട്രക്ചർ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഹയർ ലോ, ഇത് ഹയർ ഹൈ, ഇത് ഹയർ ലോ, ഇത് ഹയർ ഹൈ, ഇത് ഹയർ ലോ, ഇത് ഹയർ ഹൈ, ഇത് ഹയർ ലോ. പിന്നെ ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ചേഞ്ച് ആവും, ക്യാരക്ടർ ചേഞ്ച് ആവും. ഇത് പിന്നെ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സ്ട്രക്ചറൽ മാപ്പിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കും. അതിനു മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ എന്താണ് ഫ്രാക്ടൽ കൺസെപ്റ്റ്. അതായത് നമ്മൾ ലോങ്ങിൽ നോക്കിയിട്ട് എങ്ങനെ ഈ അതായത് ഡേ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് എങ്ങനെ നമ്മൾ കോറിലേറ്റ് ചെയ്യും 1 hour അല്ലെ 1 hourലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ മീൻസ് 1 hour നമ്മളൊരു ഷോർട്ട് സ്വിങ് ആണെങ്കിൽ നമ്മൾ 1 hour 15 minutes എങ്ങനെ കോറിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ എങ്ങനെ 30 minutes 5 minutes കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ 30 minutes 3 minutes കമ്പയർ ചെയ്യും. അത് നമ്മൾ ആ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എവിടെ നിന്നാണ് ലിക്വിഡിറ്റി ഗ്രാബ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ്. ഒരിക്കലും ഒരു പക്ഷേ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ എന്ത് സംഭവിക്കും, നമ്മൾ ഇത് ബ്രേക്ക് ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഫേക്ക് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ അഗെയിൻ ഒരു ചിലപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് ടച്ച് എടുത്തിട്ട് പിന്നെയും പോകും. പക്ഷേ നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യാൻ നോക്കിയത്. ഇപ്പോൾ നമുക്ക് എൻട്രി ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ ഇതെന്തായി, ഒരു നമ്മളെ ഫേക്ക് ചെയ്തു അല്ലേ. നമ്മളെ ഫേക്ക് ചെയ്തിട്ട് നമ്മുടെ SL വെച്ചത് SL ഹിറ്റ് ചെയ്തു അല്ലേ. നമ്മളെടുത്തു, നമ്മളിവിടെ ആയിരുന്നു SL വെച്ചത്. അപ്പോൾ ആ SL ഹിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ അഗൈൻ ടച്ച് ചെയ്തു. അപ്പോൾ ഈ ടച്ച് ചെയ്തിട്ട് നമ്മളൊരിക്കലും നോക്കുക ട്രെൻഡ് ബ്രേക്ക് ആവണം. അപ്പോൾ ഇവിടെ അഗൈൻ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കും. ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. കാരണം നമ്മൾ വിചാരിക്കും ഇനിയും താഴോട്ട് പോകുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് മേലോട്ട് പോകും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോർമലി നമ്മളെന്താണ് ബേസിക്കലി നമ്മൾ എന്താണ് പറഞ്ഞത് പ്രകാരം എന്തുകൊണ്ട് ഈ ലിക്വിഡിറ്റി ഗ്രാബ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്, പക്ഷേ ഇത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഗ്രാബ് എവിടെയാണ് ആൾക്കാരുടെ കൂടുതൽ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ എവിടെയാണ് കൂടുതൽ ബൈയിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സോണിൽ അഗെയിൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓർഡർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തായാലും അവിടെ വരും. കാരണം അവിടെയാണ് വോളിയം ലിക്വിഡിറ്റി വെയിറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. കാരണം നമ്മൾ നോർമലി ബേസിക്കലി പഠിച്ചു വച്ചിരുന്ന കാരണങ്ങൾ എന്താണ്, ഇത് അപ് ട്രെൻഡിലാണ്. അപ്പോൾ ഇത് നോർമലി ഈ സാധനത്തിന് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം അല്ലേ. പക്ഷെ എന്ത് പറ്റി, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പകരം ഇവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ബ്രേക്ക് ഔട്ട് നോക്കിയപ്പോൾ ഇത് ഇവിടെ നിന്ന് വന്നിട്ട് പിന്നെയും ഇവിടുന്ന് അഗൈൻ മേലോട്ട് പോയി. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് പണി തന്നു. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് നമ്മുടെ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതുവരെ റൈഡ് കിട്ടിയാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷേ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നെങ്കിലോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നെങ്കിലോ നമ്മുടെ SL ഹിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ?